ഞാൻ രാജി പി ജോസഫ്, CRUPS മഞ്ഞപ്പാറ. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ സയൻസ് ക്ലാസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ പഠിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചർച്ച ചെയ്തത് കുരുമുളകിൻ്റെ കഥയെക്കുറിച്ചാണ്. കുരുമുളകിൻ്റെ കഥ മനസ്സിലായല്ലോ. എന്തിനാണ് കുരുമുളക് യൂറോപ്യന്മാർ ഉപയോഗിച്ചിരുന്നത്? വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് പെപ്പർ ഇൻ യൂറോപ്യൻസ്? ടു പ്രിസർവ് മീറ്റ്, ടു ഗിവ് ടേസ്റ്റ് ഫുഡ്. നെക്സ്റ്റ് വൺ മെഡിസിൻ. ഓക്കെ, ലെറ്റ് us start the second chapter from trade to power. വ്യാപാരത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ആരാണ് അധികാരത്തിലെത്തിയത്? നമ്മുടെ ഇന്ത്യയിലേക്ക് ആരൊക്കെയാണ് വന്നത്? യൂറോപ്യന്മാർ വന്നെന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ആദ്യം വന്നവർ? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ആര് വന്നു? ഡച്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാരും പിന്നീട് ആര് വന്നു? ഫ്രഞ്ചുകാരും വന്നു. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പ്രീവിയസ് ചാപ്റ്റർ അബൌട്ട് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ തുർക്സ് ഇൻ 1453. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്താണ് പഠിച്ചത്? തുർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയെന്ന് പഠിച്ചു. ഇൻ 1453, 1453. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗേറ്റ് വേ ആയിരുന്നു. എന്ത്? ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുമുള്ള ഗേറ്റ് വേ ആയിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അവിടെ വ്യാപാരം അങ്ങ് ബ്ലോക്ക് ചെയ്തു. ആര്? തുർക്സ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് എന്ത് വന്നു? എന്താവശ്യമായിട്ട് വന്നു? എ ന്യൂ സീ റൂട്ട്. പുതിയൊരു സീ റൂട്ട് ആവശ്യമായിട്ട് വന്നു. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ദിസ് കെയിം ഇൻ ദ വേ ഓഫ് ട്രേഡ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. The situation necessitated the European traders to find out a sea route to India. Discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade. വ്യാപാരത്തിന് വേണ്ടി അവർ വന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രം പോർച്ചുഗൽ ടു കാലിക്കറ്റ്. It was a sunny morning in the month of May 1498. 1498 ഒരു രാവിലെ സുപ്രഭാതത്തിൽ എന്താണ് സംഭവിച്ചത്? 3 huge ship anchored at Kapat near Calicut. The language and dress code of the mariners in the ship were quite different from the native people. അവിടെയുള്ള സാധാരണക്കാരായ ആളുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാർന്ന ഉള്ള ലാംഗ്വേജിലും ഡ്രസ് കോഡിലും ഉള്ളവരാണ് വന്നത്. They were a group of sailors from Portugal അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വാസ്കോ ഡി ഗാമ. വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിൽ വന്ന കുറേ സെയിലേഴ്സ് ആയിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ദ സാമൂരി, ദെൻ റൂളർ ഓഫ് കാലിക്കറ്റ്, ദേ ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോ ഡി ഗാമ. വാസ്കോ ഡി ഗാമയ്ക്ക് അവർ ദേ ഡിഡ് നോട്ട് പ്രൊവൈഡ്, അവർ ഒരു സഹായം ചെയ്തു കൊടുത്തില്ല. എന്തിനാണ്? ട്രേഡ് ഫെസിലിറ്റീസിനാണ് ചെയ്തു കൊടുക്കാതിരുന്നത്. സോ ഹി ലെഫ്റ്റ് ഫോർ കണ്ണൂർ. അവരെങ്ങോട്ട് പോയി? കണ്ണൂരിലേക്ക് പോയി. ഗ്യാതേർഡ് നെസസറി ഗുഡ്സ് ആൻഡ് ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ. ഗ്യാതേർഡ് നെസസറി ഗുഡ്സ് ആൻഡ് ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ. അവർ തിരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. ഈ വാസ്കോ ഡി ഗാമ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വ്യാപാരത്തിന് വന്നതെന്ന് പറഞ്ഞു. അതായത് ലാഭത്തിന് വേണ്ടിയായിരിക്കും. അദ്ദേഹത്തിന് ചിലവായ തുകയുടെ 60 ഇരട്ടിയാണ് അദ്ദേഹത്തിന് കിട്ടിയ ലാഭം. ഇതറിയുമ്പോൾ ബാക്കി അവിടെയുള്ള സെയിലേഴ്സ് എന്ത് ചെയ്യും? അവിടെയുള്ള വ്യാപാരികൾ എന്ത് ചെയ്യും? അവരും ഇന്ത്യയെ ലക്ഷ്യമാക്കി ഇങ്ങോട്ട് വന്നു. അങ്ങനെ അൽമേഡ ആൻഡ് അൽബുക്കറക്, 2 sailors ഫ്രം പോർച്ചുഗൽ, റീച്ച്ഡ് ഹിയർ ഫോർ ട്രേഡിംഗ് ഫോളോവിങ് വാസ്കോ ഡി ഗാമ. വാസ്കോ ഡി ഗാമയെ ഫോളോ ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തി. ഇനി അവർക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത് ഈ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രേഡിംഗ് സെൻറ്റർ ആയിരുന്നു. അവർക്കൊരു കേന്ദ്രം വേണമായിരുന്നു. വ്യാപാരം, അതായത് ഒരു ബിസിനസ് ചെയ്യുന്നതിന് അവർക്കൊരു കേന്ദ്രം. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത പ്രദേശങ്ങളാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ദാമനുണ്ട്, ദിയു, ഗോവ. ഓക്കെ, ദാമൻ, ദിയു, ഗോവ. നിങ്ങൾ കണ്ടോ? ലൊക്കേറ്റ് ചെയ്തല്ലോ. ഇവർ ട്രേഡ് ഫെസിലിറ്റി മാത്രമാണ് നമുക്ക് ചെയ്തു തന്നുള്ളൂ. അവരെന്തൊക്കെ നമുക്ക് ചെയ്തു തന്നു? വളരെയധികം കോൺട്രിബ്യൂഷൻസ് പോർച്ചുഗീസുകാരുടേതായിട്ട് നമുക്കുണ്ട്. സംഭാവനകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫോർട്ടുകളുണ്ട്. കണ്ണൂർ ഫോർട്ട്സ് ആൻഡ് കോട്ടപ്പുറം ഫോർട്ട്സ്. ദേ കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. വീഡിയോ ശ്രദ്ധിച്ചേ. പോർച്ചുഗീസുകാരും ഡച്ചുകാരും അറയ്ക്കൽ രാജവംശവും ബ്രിട്ടീഷുകാരുമൊക്കെ കോട്ടയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളാണ്.
കറുത്ത പൊന്നിനു വേണ്ടി യൂറോപ്യർ കേരളത്തിൽ നടത്തിയ പടയോട്ടത്തിൻ്റെയും ആയിരക്കണക്കിന് നായർ പടയാളികളുടെയും മുസ്ലിം പടയാളികളുടെയുമൊക്കെ ചോര വീണ് ചുവന്ന ചരിത്രത്താളുകളുമൊക്കെ കോട്ടയുടെ കഥകളുടെ ഭാഗമാണ്. പോർച്ചുഗീസുകാരുടെ വരവോടെ കണ്ണൂർ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായി വളർന്നു വന്നു. കേരളത്തിലെ മറ്റു പല കോട്ടകളെയും എന്ന പോലെ പോർച്ചുഗീസുകാർ തന്നെയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ടയും നിർമ്മിച്ചത്. AD 16-18 നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു കണ്ണൂർ കോട്ട. അക്കാലത്തെ രാഷ്ട്രീയ പരിതസ്ഥിതികളാലും അറബിക്കടലിൻ്റെ സാമീപ്യം കൊണ്ടും വളരെ തന്ത്രപ്രധാനമായ ഒരു കോട്ടയാണിത്. The Portuguese were also known as Parangis. വേറൊരു പേരെന്നാണ്? പറങ്കികൾ. ഓക്കെ, പറങ്കിയണ്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാ പറങ്കിയണ്ടി? കശുമാങ്ങയ്ക്കാണ് നമ്മൾ പറങ്കിയണ്ടി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തത് പോർച്ചുഗീസുകാരാണ്. The Portuguese were also known as Parangis. Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടുവന്നു. The widespread use of printing machine and the development of art form ചവിട്ട് നാടകം were some of impact of Indo-Portuguese relationship. പ്രിൻറ്റിംഗ് മെഷീനൊക്കെ കണ്ടുപിടിച്ചു. റിനൈസൻസ് പീരീഡിൽ തന്നെ പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഉപയോഗം കൂട്ടിയത് വളരെയധികം വൈഡ് സ്പ്രെഡ് ഓഫ് യൂസ് ഇത് പ്രചാരത്തിൽ വരുത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരുടെ കാലത്താണ്. നെക്സ്റ്റ് ഒരു ആർട്ട് ഫോം ഉണ്ട്. നിങ്ങൾ ചവിട്ടുനാടകം എന്ന് കേട്ടിട്ടുണ്ടോ? പടേക്ക് മണ്ഡലമീതിലെങ്കു പാണ്ടോ നാരുൾ പടേക്ക് മണ്ഡലമീതിലെങ്കു കുണ്ടണി വീരർകളെ തുണ്ടായി തൂരത്തിടൂറെ കുണ്ടണി വീരർകളെ തുണ്ടായി തൂരത്തിടൂറെ എങ്കും പൂക്കൾ ചിറൈത്ത പൊങ്കും സൈനകരിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ കോൺട്രിബ്യൂഷൻസ് ഓഫ് പോർച്ചുഗീസ് എന്ന് കൊടുത്തിട്ട് ഒരു വേർഡ് വെബ് ചെയ്യണം. എന്തൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നെക്സ്റ്റ് വൺ, ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് ദ മെനി ട്രേഡ് സെൻറ്റേഴ്സ്. അവർക്ക് സാധിച്ചില്ല. എന്ത് സാധിച്ചില്ല? ട്രേഡ് സെൻറ്റേഴ്സ്, വേറെ വ്യാപാര സെൻറ്ററുകളൊന്നും തുടങ്ങാനോ ഈ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം? അതായത് മറ്റ് യൂറോപ്യൻ ശക്തികൾ വന്ന് ഇവരെ തോൽപ്പിച്ചു കളഞ്ഞു. They did not have enough economic and military resources to compete with the other European powers. മറ്റ് യൂറോപ്യൻ ശക്തികളെ മത്സരിച്ച് നിൽക്കാൻ ആർക്ക് സാധിച്ചില്ല? ഈ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? മിലിറ്ററി ആൻഡ് എക്കണോമിക് പവർ അവർക്ക് കുറവായിരുന്നു. They did not have enough economic and military resources to compete with the other European powers. They face resistance from native forces. അവർക്ക് ഇവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ശക്തികളുടെ ചെറുത്തുനിൽപ്പും ധാരാളം ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് കുഞ്ഞാലിമരയ്ക്കാർ ആരാരെന്ന് നോക്കിയിട്ട് വീഡിയോ ഒരെണ്ണം കാണിച്ചു തരാം. നോക്കിയേ, ശ്രദ്ധിച്ചേ. കോഴിക്കോടിന്റെ തീരത്തു നിന്നും പറങ്കികളെ തുരത്താൻ മരക്കാർ പ്രത്യേക തന്ത്രങ്ങൾ മെനഞ്ഞു. കടലിൽ ശക്തരായി നിലയുറപ്പിച്ച് നിന്നിരുന്ന പറങ്കികളെ തുരത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അതിനാൽ ഒളിപ്പോരായിരുന്നു കുഞ്ഞാലി മരക്കാർ പറങ്കികളെ നേരിടാൻ ഉപയോഗിച്ച തന്ത്രങ്ങളിൽ ഒന്ന്. പോർച്ചുഗീസ് കപ്പലുകൾക്ക് വലിയ ഭീഷണിയായ അടിച്ചിട്ടോടുക എന്ന മിന്നലാക്രമണം ആയിരുന്നു കുഞ്ഞാലി മരക്കാരുടെ മറ്റൊരു തന്ത്രം.
കുഞ്ഞാലിയുടെ ചെറിയ നൗകകൾ പോർച്ചുഗീസുകാരുടെ കപ്പലുകൾക്കിടയിലേക്ക് പെട്ടെന്ന് പാഞ്ഞെത്തി ആക്രമണം നടത്തി കടലിന്റെ ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് രക്ഷപ്പെടുകയാണ് ആ തന്ത്രം. 1505 കൊടുങ്ങല്ലൂരിൽ വെച്ച് നടത്തിയ ഇത്തരം ആക്രമണത്തിൽ പറങ്കികൾക്ക് വലിയ നാശനഷ്ടങ്ങളാണ് കുഞ്ഞാലി മരക്കാർ വരുത്തിവെച്ചത്. 1539 സിലോൺ തീരമായ വിതുരയിൽ വെച്ച് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുകയായിരുന്നു. പറങ്കികൾ കൈവശം വെച്ചിരുന്ന ചാലിയം പിടിച്ചെടുക്കാൻ കഴിഞ്ഞതാണ് കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ ഏറ്റവും വലിയ നേട്ടം. സാമൂതിരിയായിരുന്നു പോർച്ചുഗീസുകാർക്ക് ചാലിയത്ത് കോട്ട പണിയാൻ അനുവാദം നൽകിയത്. എന്നാൽ ചാലിയം കോട്ട കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർ വൻ ആക്രമണങ്ങളാണ് നടത്തിയിരുന്നത്. എന്നാൽ 1571 കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ കാലാൽപ്പടയുടെ സഹായത്തോടെ ചാലിയം കോട്ട കീഴടക്കി. ഇതോടെ കേരളത്തിൽ പോർച്ചുഗീസ് വാഴ്ചയുടെ തകർച്ചയും ആരംഭിച്ചു. പട്ടുമരക്കാർ എന്നായിരുന്നു കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അറിയപ്പെട്ടിരുന്നത്. പാശ്ചാത്യ രീതിയിലുള്ള യുദ്ധമുറകൾ സ്വായത്തമാക്കിയ മൂന്നാമൻ സാമൂതിരിയുടെ അനുമതിയോടെ നിർമ്മിച്ച കോട്ടയാണ് കോഴിക്കോട് വടകരയിലെ മരക്കാർ കോട്ട. കുഞ്ഞാലി മരക്കാർസ്, ദ അഡ്മിറൽസ് ഓഫ് സാമൂരിൻ നേവൽ ഫോഴ്സ്, lead the resistance against the Portugals in മലബാർ റീജിയൻ. മലബാർ റീജിയനിൽ ചേർത്ത് നിർത്തിയത് ആരാണ്? കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ ആരായിരുന്നു? നേവൽ ഫോഴ്സിൻ്റെ, അതായത് നാവികസേനയുടെ തലവന്മാരായിരുന്നു. പോർച്ചുഗീസുകാർ നമുക്ക് തന്ന സംഭാവനകൾ ഒന്ന് എഴുതി നോക്കണം. ഫൈൻഡ് ഔട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പോർച്ചുഗീസ് ഓൺ ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ലൈഫ് ആൻഡ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട്. ഓക്കെ, ഇനി നമ്മൾ പോർച്ചുഗീസുകാരുടെ കാര്യം കഴിഞ്ഞു. പോർച്ചുഗീസുകാർ എന്ത് സംഭവിച്ചു? അവർക്ക് മറ്റുള്ള വിദേശ ശക്തികളുമായിട്ട് പോരാടി നിൽക്കാനായിട്ട് സാധിച്ചില്ല. നെക്സ്റ്റ് ആര് വന്നു? നമ്മൾക്ക് ആദ്യം പറഞ്ഞു ആരാ? ഡച്ചുകാർ. നെക്സ്റ്റ് വൺ ഡച്ച്. ദ ഡച്ച് വെയർ അനദർ യൂറോപ്യൻ ഫോഴ്സ് ഹൂ റീച്ച് ഇന്ത്യ ഫോളോയിങ് ദ പോർച്ചുഗീസ്. കൊച്ചി ആൻഡ് കൊല്ലം വെയർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ ഡച്ച്. ഡച്ചുകാരുടെ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു? കൊച്ചിയും കൊല്ലവും. കൊച്ചിയും കൊല്ലം എവിടെയാ? നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അന്നേരം പോർച്ചുഗീസുകാരുടെ എവിടെയായിരുന്നു? ഗോവ. ഓക്കെ, ദാമൻ ആൻഡ് ദിയു. കുറച്ച് മുമ്പ് കണ്ടു എന്താണ്? പോർച്ചുഗീസുകാരുടെ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നെന്ന് കണ്ടു. എവിടെയാണ്? ഗോവ, ദാമൻ, ഓക്കെ, ദിയു. പക്ഷേ ഡച്ചുകാരുടെ എവിടെയായിരുന്നു? കൊല്ലം, കൊച്ചി. ഓക്കെ, നിങ്ങളൊരു വീഡിയോ കണ്ടു നോക്കിയേ. മരക്കസുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചില ചോദ്യോത്തരങ്ങളിലൂടെ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ലാറ്റിൻ ഭാഷയിലാണ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും ഇതുതന്നെ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. 1678 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളായാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കും തെങ്ങ് തന്നെ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ അഡ്മിറൽ വാൻഡീഡ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവർ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച കാമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്. മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ വീഡിയോ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഒരു ടെക്സ്റ്റിനെ കുറിച്ച്. ആ ടെക്സ്റ്റ് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച്, ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ളതായിരുന്നു. ആര് തയ്യാറാക്കിയെന്നാണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടത്? ഓക്കെ, വാൻഡ്രീഡ്. വാൻഡ്രീഡ് ആരായിരുന്നു? എ ഡച്ച് ഗവർണർ ആണല്ലോ. ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആരുടെ സഹായത്തോടെ? ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. ഇറ്റ് വാസ് വാൻഡ്രീഡ്, എ ഡച്ച് ഗവർണർ, ഹു ഇനീഷ്യേറ്റഡ് ദ കമ്പൈലേഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. ഹി കംപ്ലീറ്റഡ് ദ ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ വാൻഡ്രീഡ് ഇത് പൂർത്തിയാക്കിയത്. ഈ ഡച്ചുകാർക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചോ? ഇല്ല. The Dutch fought with the Martandavarma, the king of Travancore, following the disputes over trade.
മാർത്താണ്ഡവർമ്മ ആരായിരുന്നു? കിങ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിൻ്റെ രാജാവായ മാർത്താണ്ഡവർമ്മയായിട്ട് ഈ ഡച്ചുകാർ എന്തിൻ്റെ കാര്യത്തിൽ? വ്യാപാരത്തിൽ വന്ന തർക്കത്തിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൻ്റെ പേരാണ് വാർ ഓഫ് കുളച്ചൽ. എന്താണ്? കുളച്ചൽ. The Dutch were defeated in the Battle of Kulachal in 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. നിങ്ങൾ കുളച്ചൽ യുദ്ധം നിങ്ങൾ വലുതാക്കി കഴിഞ്ഞ് PSC പരീക്ഷയൊക്കെ എഴുതുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ നോളജിന് നിങ്ങൾ GKക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഇൻ 1741 കുളച്ചൽ യുദ്ധത്തിൻ്റെ. They lost their ground in India with this war. അവർക്ക് ഈ യുദ്ധത്തോടുകൂടി അവരുടെ ഈ ഭൂമി നഷ്ടപ്പെട്ടു. ആർക്ക്? ഡച്ചുകാർക്ക്. ദ ഡച്ച് വെയർ ഓൾസോ കോൾഡ് ലെന്താസ്. ഡച്ചുകാരെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? ലെന്താസ്. എന്നിട്ട് പോർച്ചുഗീസുകാരെ പറയുന്ന പേരോ? ഓക്കെ, പറങ്കീസ്. ഓക്കെ, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഏതൊക്കെയാണ് ചർച്ച ചെയ്തത്? പോർച്ചുഗീസുകാരെക്കുറിച്ചും ഡച്ചുകാരെക്കുറിച്ചും. അവർ എന്താവശ്യത്തിന് വന്നു? ട്രേഡിന് ആവശ്യത്തിനായിട്ടാണ് വന്നത്. ഇനി അതിനെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ടീച്ചർ തരാം. നിങ്ങളത് ബുക്കിലേക്ക് എഴുതി അതിൻ്റെ നോട്ട് തയ്യാറാക്കണം, പഠിക്കുകയും ചെയ്യണം. ഓക്കെ, വൈ ഡിഡ് യൂറോപ്യൻസ് കം ടു ഇന്ത്യ? എന്തിനു വേണ്ടിയായിരുന്നു യൂറോപ്യന്മാർ ഇന്ത്യയിലെത്തിയത്? വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വാട്ട് പർപ്പസസ് ഓഫ് പെപ്പറിൻ്റെ കുരുമുളകിൻ്റെ ആവശ്യം എന്താണ്? വിച്ച് ആർ ദ യൂറോപ്യൻ ട്രേഡേഴ്സ് കം ടു ഇന്ത്യ? ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാർ? വിച്ച് ആർ ദ യൂറോപ്യൻ ട്രേഡേഴ്സ്? ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാർ? ഹു വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ കം ടു ഇന്ത്യ? ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വെൻ ഡിഡ് പോർച്ചുഗീസ് കെയിം ടു ഇന്ത്യ? പോർച്ചുഗീസുകാർ എന്നാണ് ഇന്ത്യയിലെത്തിയത്? വിച്ച് വേർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? പോർച്ചുഗീസുകാരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? വിച്ച് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യ? കോൺട്രിബ്യൂഷൻസ് ഓഫ് പോർച്ചുഗീസ് ഇൻ കേരള? വിച്ച് ആർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച്? ഡച്ചുകാരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇന്ന് നമ്മൾ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും അവരുടെ വ്യാപാര കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. ടീച്ചർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോട്ട് ബുക്കിലേക്ക് എഴുതണം. വളരെ വെക്കുന്ന തന്നെ അത് പഠിച്ചു തീർക്കുകയും ചെയ്യണം. കാരണം അടുത്ത ക്ലാസ്സിൽ ഇനി തന്നെയാണ് ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും വരവിനെക്കുറിച്ചും അവരുടെ വ്യാപാര കേന്ദ്രങ്ങളെക്കുറിച്ചും നോക്കേണ്ടതാണ്. അടുത്ത ദിവസം കാണാം.